ചായക്കടയിലെ അമാത്രമുള്ള മുട്ടക്കറി നമുക്ക് വീട്ടിലെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ചെറിയ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടാക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പെരുംജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തോട് നന്നായി ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നേക്കി ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്കറിൽ നിന്ന് 3 വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം. ശേഷം തുറന്ന് നോക്കുക. ഇതായിപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുട്ടക്കറി റെഡിയായി കഴിഞ്ഞു. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മധുരമുള്ള മുട്ടക്കറി ഇവിടെ തയ്യാറായി.